ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു നിമിഷത്തെ തെറ്റുകൊണ്ട് വഴക്കിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കുറേ അധികം ആളുകളും ചെയ്യുന്ന ഒരു തെറ്റാണ്. അവരുടെ ആ ഒരു ലവർ ഒക്കെ ഒന്ന് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ നേരെ ഫോൺ എടുത്ത് വിളിച്ചിട്ട് ഫ്രണ്ട്സിനോടൊക്കെ ഈ ഒരു കാര്യം ഷെയർ ചെയ്യും. അപ്പോൾ അവിടെ നിന്ന് കുറേ അധികം ഉപദേശവും കിട്ടും. നിങ്ങൾ ഈ ഒരു കാര്യം തന്നെ ആദ്യമേ അവോയ്ഡ് ചെയ്യുക. അതായത് മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നോ അത് നിങ്ങൾ ചെയ്യുക. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസ് ഇവരൊക്കെ പറയുന്ന ഉപദേശങ്ങളൊക്കെ കേട്ടിട്ട് ആ ഒരു വ്യക്തിയോട് നിങ്ങൾ വീണ്ടും വഴക്കിടാൻ പോവരുത്. നിങ്ങളുടെ പേരൻസ് ഒക്കെയാണ് നിങ്ങളെ ഉപദേശിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു കാര്യമുണ്ടാകും. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരുമല്ല, റെയറായിട്ട് കുറച്ചധികം ആളുകളുണ്ട് നിങ്ങളുടെ നല്ലത് മാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരുന്ന ഇഷ്ടമില്ലാത്തവർ. പക്ഷെ പുറമേ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകുകയും ചെയ്യത്തില്ല. ഇങ്ങനെയുള്ള ഫ്രണ്ട്സാണ് നിങ്ങളെ ഉപദേശിക്കുന്നത് എങ്കിൽ ഒരിക്കലും അവർ നിങ്ങൾക്ക് നല്ലതൊന്നും പറഞ്ഞു തരത്തില്ല. നിങ്ങളുടെ നാശത്തിലേക്കുള്ള വഴി അല്ലെങ്കിൽ നിങ്ങളുടെ നാശം കാണാനായിരിക്കും അവർ നിങ്ങളുടെ കൂടെ നടക്കുന്നത്. പക്ഷെ നിങ്ങൾക്കിത് മനസ്സിലാവുകയും ചെയ്യത്തില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഉണ്ട് എങ്കിൽ നിങ്ങൾ രണ്ടുപേരും കൂടിയത് പറഞ്ഞു തീർക്കുക. അതല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും ഇതിലേക്ക് വലിച്ച് ഇടാതിരിക്കുക. നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ നിങ്ങളുടെ കൂടെ ഉള്ള സുഹൃത്തുക്കളും നിങ്ങളുടെ നന്മ വിചാരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കണം എന്നില്ല. എല്ലാവരും ഇങ്ങനെയാണ് എന്നല്ല, പക്ഷെ ഇങ്ങനെയുള്ളവരുമുണ്ട്. സോ ഈ ആവശ്യമില്ലാത്ത ഉപദേശം തേടൽ നിങ്ങൾ നിർത്തുക. എന്നിട്ട് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത്, അതായത് നിങ്ങൾക്ക് അവരെ വിളിക്കാൻ തോന്നിയാൽ നിങ്ങൾ വിളിക്കുക, മെസ്സേജ് അയക്കാൻ തോന്നിയാൽ നിങ്ങൾ മെസ്സേജ് അയക്കുക. അല്ലാതെ നിങ്ങളുടെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടിട്ട് നിങ്ങൾ മുൻപോട്ട് പോവരുത്. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് സാഡ് സ്റ്റാറ്റസ് ആണ്. അതായത് ചില വ്യക്തികളുണ്ട്, അവരുടെ ലവറായിട്ട് ഒന്ന് വഴക്കിട്ടാൽ മതി ഓടിപ്പോയിട്ട് സ്റ്റാറ്റസ് ഇടും. അതായത് കരയണ ഇമോജി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഇടും. അതായത് ബ്രേക്കപ്പ് സ്റ്റോറീസ് അല്ലെങ്കിൽ സോങ്സ് ഇതൊക്കെ അങ്ങോട്ട് ഇടാൻ തുടങ്ങും. ഇത് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ബാക്കിയുള്ള ഫ്രണ്ട്സിനും നാട്ടുകാർക്കൊക്കെ തന്നെ മനസ്സിലാവും നിങ്ങൾ ബ്രേക്കപ്പായി എന്ന്. ഇത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഇങ്ങനെ സാഡ് സോങ് കേൾക്കുക, അല്ലെങ്കിൽ ഈ ഒരു ടൈമിൽ സങ്കടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ബ്രേക്കപ്പ് ആയിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ സിനിമകൾ ഇതൊക്കെ നിങ്ങൾ കാണാതിരിക്കുക. ഇതൊക്കെ കാണുന്നതിലൂടെ നിങ്ങളുടെ ഉള്ളിലേക്ക് കുറേ അധികം നെഗറ്റീവായിരിക്കും വന്ന് കയറുന്നത്. സോ ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കുക. നല്ല നല്ല റൊമാൻറ്റിക് സോങ്സ്, വീഡിയോസ് ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റോറീസും അല്ലെങ്കിൽ സ്റ്റാറ്റസും ഒക്കെ ആയിട്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുക. നിങ്ങളിങ്ങനെ റൊമാൻറ്റിക് സ്റ്റോറീസ്, സ്റ്റാറ്റസ് ഇതൊക്കെ ഇടുമ്പോഴത്തേക്കും അവരിത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിലേക്ക് നിങ്ങളുമായിട്ടുള്ള ആ പഴയ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ ഇതൊക്കെ വരികയും അവരായിട്ട് പിണക്കമൊക്കെ മറന്ന് നിങ്ങളെ വിളിക്കാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. സോ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക, നല്ലത് മാത്രം ചിന്തിക്കുക. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക എന്നത് തന്നെയാണ്. അതായത് എപ്പോഴും മനസ്സിനെ അങ്ങോട്ട് പറഞ്ഞ് വിശ്വസിപ്പിക്കുക. അവർ ഉടൻ തന്നെ തിരികെ വരും. അതായത് അവരുടെ മുൻപിലൂടെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുക. നിങ്ങളെ കാണുമ്പോഴത്തേക്കും തന്നെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അവരുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകും. അതായത് കുറേ അധികം പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും അതെ, എത്ര വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എത്ര പിണങ്ങിയിരിക്കുകയാണെങ്കിലും ഈ ഒരു വ്യക്തിനെ കാണുമ്പോഴത്തേക്കും ആ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ട് ഓടി വന്ന് മിണ്ടുന്നവർ അല്ലെങ്കിൽ സംസാരിക്കുന്നവരാണ് കൂടുതൽ സ്ത്രീകളും. സോ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അവരുടെ മുൻപിലൂടെ അവർ കാണാൻ വേണ്ടിയിട്ട് നടക്കുക. പിന്നെ അവർ മിണ്ടാൻ വരുമ്പോഴത്തേക്കും വീണ്ടും കാലൊന്നും പിടിക്കാൻ വേണ്ടി ആരും നിന്നേക്കരുത്. കുറച്ചൊരു വെയിറ്റൊക്കെ ഇട്ട് വേണം നിങ്ങൾ നിൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു പിണക്കവും അല്ലെങ്കിൽ ആ ഒരു വിഷമോ കാര്യങ്ങളൊന്നും നിങ്ങൾ അവരോട് കാണിക്കാതിരിക്കുക. നല്ല രീതിയിൽ അവരോടും സംസാരിക്കുക. എത്ര വഴക്കിട്ടാലും അല്ലെങ്കിൽ എത്ര പിണങ്ങിയാലും ഒരു കാഴ്ചയിലൂടെ ഇതൊക്കെ മറക്കുന്നവരും ഉണ്ട്. സോ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എന്തായാലും ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്
വളരെ സിമ്പിളാണ്. അതായത് ഒരു പൊസസീവ്നെസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കുറേ അധികം ഗേൾസ് ഉണ്ടാകുമല്ലോ. അവരുടെയൊക്കെ കൂടെ നിന്നിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇടാവുന്നതാണ്. ഇത് കാണുമ്പോഴത്തേക്കും ആ ഒരു പെൺകുട്ടിക്ക് എന്താണെങ്കിലും അസൂയ തോന്നും. ഈ അസൂയ മൂത്തിട്ടെങ്കിലും ഈ ഒരു പെൺകുട്ടി തിരികെ വരാൻ ഉള്ളൊരു പോസിബിലിറ്റിയും ഭയങ്കര കൂടുതലാണ്. സോ ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.